ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ എം കെ രാഘവൻ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. സംഘാടകർക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഡിവൈഎഫ്ഐക്കാരനെ പോലും രക്ഷയില്ല. പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കി കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ എന്ന സംഘടനയെ പോലും പാർട്ടി തള്ളി പറയുന്നു. അങ്ങനെ ഒരു സംഘടനയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. ഞാൻ ആലോചിക്കുന്നത് ഈ വസീഫൊക്കെ പിന്നെ എന്തിനാ മലപ്പുറത്ത് പോയി മത്സരിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ആ മലപ്പുറത്ത് പോയി മത്സരിക്കുന്നത് തന്നെ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവിടെ മുമ്പ് മത്സരിച്ച ആൾക്കാരൊക്കെ എവിടെ പോയി? രാഷ്ട്രീയ ചവറ്റുകൊട്ടയിൽ ഇപ്പൊ അസ്തമിച്ചു പോയ ആളുകളായി മാറിയ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥികളെ പോലും ആർക്കും ഓർമ്മയില്ല. അവിടെ പോയിട്ടാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി മത്സരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിൽ ആ ഡിവൈഎഫ്ഐ നിന്ന് ഒഴിവാകാനുള്ള ഒരു സന്മനസ് അദ്ദേഹം കാണിക്കണ്ടേ? കാരണം ഇങ്ങനെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ട് എന്തിനാ പിന്നെ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്നത്? ചില കൂലിത്തല്ലുകാരുണ്ട്. ആ കൂലിത്തല്ലുകാരെ മുതലാളിമാർ ഉപയോഗപ്പെടുത്തും. അവസാനം പോലീസ് പിടിച്ചാൽ പോലെ അയാളുടെ യാതൊരു ബന്ധമില്ലാതെ. അതുപോലെയല്ലേ സമരത്തിൽ പങ്കെടുത്തത്? സോഷ്യൽ എക്കോളജി പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തിട്ട് രാജീവും റോഷനും ശിവലാലും ബാബുവും മധുവും ഡിവൈഎഫ്ഐയുടെ 5 രക്തസാക്ഷികൾ മരിച്ചുപോയി. അവരോടൊപ്പം ജീവക്ഷമമായി കിടക്കുന്ന ഒരാളാണ് ഇപ്പൊ ജീവനോടെ നട്ടല് തകർന്ന് കിടക്കുകയാണ് പുഷ്പൻ. ആ പുഷ്പൻ അങ്ങനെ കിടക്കുമ്പോഴല്ലേ സ്വകാര്യ മേഖലയിൽ കോളേജ് തുടങ്ങാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത്. ആ സഖാവ് പുഷ്പൻ